ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴം കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുപ്പ് കൂടിയ പഴം എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പഴത്തിന് നേരെ പകുതിയാക്കി എടുക്കുക. ഇത് വീണ്ടും പകുതിയാക്കി ഈ ഒരു പീസ് 3 പീസാക്കി എടുക്കണം. അപ്പം ഒരു പഴത്തിൽ നിന്ന് 12 പീസ് കിട്ടും നമുക്ക്. അപ്പോൾ 2 പഴവും ഇതുപോലെ പീസാക്കി എടുക്കുക. അധികം നൈസായിട്ട് പീസാക്കാൻ പാടില്ല. അപ്പം പഴത്തിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പോൾ മുഴുവൻ പഴവും ഞാൻ ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് എന്നിവ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പഴംപൊരിക്ക് മാവ് തയ്യാറാക്കുന്നത് പോലെ അതിനാക്കണി കുറച്ചുകൂടി കട്ടിയായിട്ട് മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ മാവ് ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ കുറച്ച് റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. റസ്ക് പൊടിക്ക് പകരം ബ്രെഡ് പൊടിയും ഉപയോഗിക്കാം. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ആദ്യം മൈദ മാവിൽ മുക്കിയിട്ട് പിന്നെ റസ്ക് പൊടിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ വശവും ഒരുപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പഴംപൊരിയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.